വെൽക്കം ടു CC+. നമ്മളുടെ ഹിന്ദി എക്സാം എടുക്കാറായല്ലേ. അപ്പോൾ SLC ഹിന്ദിയിൽ വരുന്ന ഒരു ഭാഗമാണ് സ്വന്തമായി എഴുതാൻ വരുന്നത്. അപ്പോൾ ഏറ്റവും അധികം കുട്ടികൾക്ക് പേടിയുള്ളൊരു ഭാഗവും അത് തന്നെയാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ സെൻറ്റൻസുകൾ കൺസ്ട്രക്ട് ചെയ്ത് സംവാദമാണെങ്കിലും ലേഖനാണെങ്കിലും പത്രലേഖനാണെങ്കിലും ഡയറി ആണെങ്കിലും ഒക്കെ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാം. അതിനുള്ളൊരു ടിപ്പാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. നമുക്ക് ഇതിലെല്ലാത്തിലും തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് കാൽ, ടെൻസ്. അപ്പോൾ ഈ ടെൻസ് ഇപ്പോൾ നമുക്ക് ഹേ ആണോ ഹോയ് ആണോ ധായ് ആണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിനുള്ളൊരു ടിപ്പാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. ധാ, ഈ ധാ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ ധാ നമ്മൾ യൂസ് ചെയ്യുന്നത് ഭൂതകാലിലാണ്, അതായത് കഴിഞ്ഞു പോയൊരു കാര്യത്തെ കാണിക്കാനാണ് ഭൂതകാലിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡയറിയൊക്കെ എഴുതുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടി വരുന്നത് ഭൂതകാലിലുള്ള സെൻറ്റൻസ് ആണ്. അപ്പോൾ അതിന് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആ സെൻറ്റൻസിൻ്റെ അവസാനം ദാ പ്ലേസ് ചെയ്താൽ മതി. ഇനി രഹാദ, ഇതും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ കുറച്ച് നേരമായിട്ട് നമ്മൾ ഒരു കാര്യം തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് രഹാദ. അപൂർണ ഭൂതകാൽ, പാസ്റ്റ് ടെൻസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് കംപ്ലീറ്റ് ആയിട്ടില്ല. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്താൽ മതി? രഹാദ യൂസ് ചെയ്താൽ മതി. വർത്തമാനാണെങ്കിൽ ഹേ യൂസ് ചെയ്താൽ മതി. ഭവിഷ്യകാലാണെങ്കിൽ ഘാ യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെയുള്ള പൊടിക്കൈകൾ കൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാം. ഇങ്ങനെയുള്ള കൂടുതൽ ട്രിക്കുകൾ അറിയാനായിട്ട് നമ്മളുടെ CC+ൽ നിങ്ങൾ ഉടനെ ജോയിൻ ചെയ്യാനായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക്